ഇങ്ങനെ വെള്ളത്തിലിടുന്ന ഒരു രീതി കാണിച്ചു തന്നു. ഇതെന്താണ്, സാധാരണ പച്ചവെള്ളമാണോ അതോ സാധാരണ വെള്ളത്തിലിട്ടിട്ട് കെമിക്കൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാം. ഇല്ല, സാധാരണ പച്ചവെള്ളം പാള ഉണങ്ങിയ പാളിൽ കൊണ്ടിട്ട് ഇതുപോലുള്ള ചകിരിയോ അതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് കഞ്ച ബ്രഷ് അതുപോലെ ബ്രഷ് അതുപോലെ ചകിരി ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകുക അല്ലെ. കഴുകുമ്പോൾ ഇതിൽ എന്താണ്, അഴുക്കൾ പോകും. ഈ അഴുക്കൾ പോകുമ്പോഴാണ് ഇത് വൃത്തിയായിട്ട് നമുക്ക് പാള ഇത്രയും ക്വാളിറ്റി ആയിരിക്കും. പ്രത്യേകം പറയാം, മണ്ണാർക്കാട് പാളയാണ് നിങ്ങൾ നോക്കാം. കാസർഗോഡും അതുപോലെ മംഗലാപുരത്തും കർണാടകയിൽ നിന്ന് കിട്ടുന്ന പാലിന്റെ ക്വാളിറ്റിയേക്കാൾ ഉപരി മണ്ണാർക്കാട് പാലിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ചേച്ചിമാർ ഇത്രയും വൃത്തിയായി കഴുകി ഇതിൽ അഴുക്കൾ പോകാനും അഴുക്ക് പോകാൻ പറ്റും. ഈ ക്വാളിറ്റി വന്നതിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ കുത്തനൊന്ന് വെള്ളം വലിയാൻ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചാൽ മതി അല്ലേ, അല്ലേ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെ അടുക്കി വെള്ളം പോകാൻ വാർന്നു വെക്കാൻ പറ്റും ഇതുപോലെ. അപ്പൊ പാള കഴുകുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട്. പലവരും എന്നോട് ചോദിക്കാണ് പാള എങ്ങനെ കഴുകുക. ഇതാണ് പാള കൃത്യമായിട്ട് ഇങ്ങനെ കഴുകി ഉണക്കാൻ വെക്കാം. അത് എത്ര മിനിറ്റ് കഴുകണത്? 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം അല്ലെ. അത് വെള്ളം വാർന്നു എത്ര സമയം വേണം? 5 മിനിറ്റ് മതി. ആ വെള്ളം വാർന്നു പോയതിനു ശേഷം നമ്മൾ മെഷീനിലോട്ട് എന്ത് ചെയ്യാം, പാത്രമാക്കി മാറ്റാം അല്ലെ.